ഹലോ ഇതൊരു സ്നാക്ക് റെസിപ്പിയാണേ. മീറ്റ് റോള്, ഒരു ക്യാരറ്റ്, ഒരു സവോള, ഒരു ക്യാപ്സിക്കം, 2 വെളുത്തുള്ളി, ഒരു ചെറിയ പീസ് ഇഞ്ചി, ഇതെല്ലാം കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. പാൻ വെച്ചു, ഇഞ്ചി വെളുത്തുള്ളി ഇട്ട് കൊടുക്കുന്നുണ്ട്. നമ്മുടെ ബീഫ് ഓൾറെഡി കുക്ക് ചെയ്ത് വെച്ചിട്ടുണ്ട് കേട്ടോ. നല്ലോണം ഒരു 3-4 വിസിലോളം കുക്ക് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഒരു വെറും ഉപ്പും കുരുമുളക് പൊടിയും മാത്രം ഇട്ടിട്ടാണ് കുക്ക് ചെയ്തേക്കുന്നത്. സവാള ഇട്ടു. സവാള നല്ലോണം മിക്സ് ചെയ്യാം. ആ ഓയിൽ എല്ലായിടത്തും സവാളയുടെ എത്തിക്കഴിഞ്ഞാൽ കുറച്ച് സോൾട്ട് ഇട്ട് കൊടുക്കുക. പിന്നെ അധികം പൊടികളോ ഒന്നും ആഡ് ചെയ്തില്ല. ഇത് എന്റെ സ്വന്തം റെസിപ്പിയാണ്. കുറച്ച് കുരുമുളക് പൊടി ഉണ്ടെങ്കിൽ അത് എടുക്കാം. ഞാൻ ഫ്രഷ് ആയിട്ട് പൊടിച്ചെടുത്തു. ഫൈനായി പൊടിക്ക് കിട്ടാൻ വേണ്ടി കുറച്ച് കല്ലുപ്പ് ആഡ് ചെയ്യുന്നുണ്ട്. പക്ഷെ ഞാൻ വിചാരിച്ചത്ര ഫൈനായില്ല. അതിന്റെ ഒരു പകുതിയോളം ഇതിലിട്ട് കൊടുക്കുക. ഓണിയനിൽ ഇട്ട് കൊടുക്കുന്നുണ്ട്. പിന്നെ ബാക്കി പകുതി കുറച്ച് ബാറ്ററിലിടാൻ വേണ്ടി മാറ്റി വെക്കുന്നുണ്ട്. നല്ലോണം മിക്സ് ചെയ്യാം. പിന്നെ അതിലേക്ക് ക്യാരറ്റ് കട്ട് ചെയ്തത്, ക്യാരറ്റും ഇട്ട് നല്ലോണം മിക്സ് ചെയ്യാം. പിന്നെ നമ്മുടെ ബീഫിന്റെ സ്റ്റോക്ക് ഉണ്ടല്ലോ, അതും കുറച്ച് ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. അതായത് ക്യാരറ്റൊക്കെ ഒന്ന് കുക്കായി വരാൻ വേണ്ടിയിട്ട് നല്ലോണം മിക്സ് ചെയ്യാം. അപ്പൊ എല്ലാത്തിനും ബീഫിന്റെ ഒരു ഫ്ലേവറും കിട്ടും. നല്ലോണം മിക്സ് ചെയ്യാം. ഇപ്പൊ ഓൾമോസ്റ്റ് ആ ബീഫിന്റെ ഒരു ഫ്ലേവർ എല്ലായിടത്തും കിട്ടിയിട്ടുണ്ടാവും. ക്യാരറ്റിനും സവാളക്കൊക്കെ കിട്ടിയിട്ടുണ്ടാവും. പിന്നെ ഇനി ക്യാപ്സിക്കം പെട്ടെന്ന് ആയി കിട്ടും. ഒരുപാട് കുക്കിംഗ് ടൈം കുറവേ ഉള്ളൂ കേട്ടോ. ഒരുപാട് ടൈം ഒന്നും എടുക്കില്ല. അത് വേഗം ഒന്ന് സോർട്ട് ചെയ്തെടുക്കുക. പിന്നെ നമ്മൾ വേവിച്ച് വെച്ചേക്കണ ബീഫിനെ ഒന്ന് പ്രസ് ചെയ്ത് കൊടുക്കുക. കൈ വെച്ച് പൊടിച്ചു കൊടുക്കില്ലേ, അങ്ങനെ ചെയ്ത് അതും ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. നമ്മുടെ ഫില്ലിംഗ് ഓൾമോസ്റ്റ് ആയിട്ടുണ്ട്. ഇനി അടുത്തത് ബാറ്റർ ഉണ്ടാക്കാം. ഓക്കെ, മറ്റേത് മാതിരി കുഴക്കൊന്നും വേണം. ഇത് മിക്സിയിലിട്ട് ഒന്ന് ജസ്റ്റ് അപ്പം ഉണ്ടാക്കി എടുക്കണ മാതിരിയാണ്. 1/2 കപ്പ് മൈദ എടുക്കുന്നുണ്ട്. മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുത്തു. പിന്നെ ഒരു എഗ്ഗ്, പിന്നെ അതിനാവശ്യത്തിനുള്ള സോൾട്ട്, പിന്നെ 1 കപ്പ് വെള്ളം. അത് മതി. ബാറ്റർ ഒരുപാട് തിക്കാവാനും പാടില്ല, ഒരുപാട് ലൂസ് ആവാനും പാടില്ല. ഇപ്പൊ ബാറ്റർ ഏകദേശം നല്ലൊരു കൺസിസ്റ്റൻസി കിട്ടി. ഇനി ഓരോന്നായിട്ട് നമുക്ക് ചുട്ടെടുക്കാം. ഫില്ലിംഗ് മാറ്റുന്നുണ്ട്. എന്നിട്ട് ഈ പാനിൽ തന്നെയാണ് ഉണ്ടാക്കുന്നത്. പാൻ വെച്ചു, ഒരു തവി മാവ് എടുത്തൊഴിക്കുക, അപ്പം ഉണ്ടാക്കുക, ചുറ്റിച്ചു കൊടുക്കുക. അപ്പൊ നൈസായിരിക്കും. അധികം കട്ടി പാടില്ല കേട്ടോ. കട്ടി തോന്നുകയാണെങ്കിൽ കുറച്ചും കൂടി വെള്ളം ആഡ് ചെയ്യുക. ഓൾമോസ്റ്റ് ഫ്ലെയിം അങ്ങ് അഡ്ജസ്റ്റ് ചെയ്തുകൊണ്ടിരിക്കുക. ആയിട്ടുണ്ട്. പിന്നെ നമ്മൾ മാറ്റി വെച്ച പെപ്പർ പൗഡർ ഇടാൻ ഞാൻ വിട്ടുപോയി. അതിപ്പോൾ ഇട്ട് കൊടുത്താൽ മതി. ഇത് നല്ലോണം മിക്സ് ചെയ്ത് കൊടുക്കാം. അങ്ങനെ ഓൾമോസ്റ്റ് എല്ലാ അപ്പവും ഉണ്ടാക്കിയെടുക്കുക. അപ്പം തന്നെ കൈയോടെ ഫില്ലിംഗ് ആക്കിയിട്ട് ചുരുട്ടി വെച്ച് കഴിഞ്ഞാൽ ഒട്ടിപ്പിടിക്കില്ല. ഒരു 2 സ്പൂൺ ഫില്ലിംഗ് ഇട്ട് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് റോൾ ചെയ്യാം. അറിയാലോ, അങ്ങനെ എല്ലാ അപ്പവും ചുട്ടെടുക്കുന്നുണ്ട്. അങ്ങനെ ഓരോന്നും ഉണ്ടാക്കി വെച്ചാലും കുഴപ്പമൊന്നുമില്ല. പക്ഷെ റോൾ ചെയ്ത് അപ്പം ആക്കണതായിരിക്കും സുഖം. പിന്നെ റസ്കിന്റെ പൊടി യൂസ് ചെയ്യാം. അല്ലെങ്കിൽ ഞാൻ ഇവിടെ യൂസ് ചെയ്യുന്നത് ബ്രെഡ് ക്രംസ് ആണ്. ബ്രെഡിനെ ചൂടാക്കിയിട്ട് മിക്സിയിലിട്ടൊന്ന് പൊടിച്ചെടുക്കുക. പിന്നെ എനിക്ക് ഫില്ലിങ് ഒരെണ്ണം ഇത്തിരി ബാലൻസ് വെക്കും. ഞാനെന്ന് വെച്ചാൽ സമൂസ ഷീറ്റ് എടുത്തിട്ട് അതിൽ ഫില്ല് ചെയ്തു. പിന്നെ ഇത് മൈദ മാവാണ് കേട്ടോ. ബാലൻസ് വന്നില്ല. അതിൽ ഇത്തിരി വെള്ളം ആഡ് ചെയ്തിട്ട് ഒന്ന് ക്രം കോട്ട് ചെയ്തിട്ട് ബ്രെഡിന്റെ ഇതിൽ ആക്കിയെടുക്കുന്നുണ്ട്. എന്നിട്ട് ഇങ്ങനെ ചെയ്തിട്ട് ഒരു 15 മിനിറ്റ്സ് ഫ്രിഡ്ജിൽ വെച്ച് കഴിഞ്ഞാൽ നല്ലതായിരിക്കും. എന്നിട്ട് ഫ്രൈ ചെയ്തെടുക്കുക. ഏകദേശം ഒരു 8 റോൾ ഉണ്ടാവും. ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യും, കമന്റ് ചെയ്യും. അപ്പം അത്രേ ഉള്ളൂ. ബൈ. ഒരുപാട് ഓയിലൊന്നും കുടിക്കില്ല കേട്ടോ. ബൈ.